എല്ലാവർക്കും നമസ്കാരം. ടെമ്പസ്റ്റ് ടു ഒറിജിനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ പ്രധാനമായും പരിചയപ്പെടുത്തുന്നത് +1 ബോട്ടണിയിലെ പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ്. ശ്രദ്ധയോടെ ക്ലാസ് നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% മാർക്ക് ഉറപ്പാണ്. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഈ വീഡിയോ ക്ലാസ്സിൻ്റെ അവസാന ഭാഗങ്ങളിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടി പരിചയപ്പെടുത്തുന്നു. വിശദമായി പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3.1 ആൽഗെ, ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ആൽഗെ, പേജ് 30, 31, 32 ആൻഡ് ടേബിൾ 3.1 ഡിവിഷൻസ് ഓഫ് ആൽഗെ ആൻഡ് ദെയർ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ആൽഗയുടെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പേജ് 33 3.2 ബ്രയോഫൈറ്റ്സ്, പേജ് 34, 35 ഈ പേജുകളിൽ ബ്രയോഫൈറ്റ്സിന്റെ ജനറൽ ഫീച്ചേഴ്സ്, റീപ്രൊഡക്ഷൻ, എക്കണോമിക് ഇമ്പോർട്ടൻസ്, ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നു. ആൽഗെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ആൽഗെ ആർ ക്ലോറോഫിൽ ബെയറിംഗ്, സിമ്പിൾ, താലോയിഡ്, ഓട്ടോട്രോഫിക് ആൻഡ് ലാർജ്ലി അക്വാറ്റിക്. അതായത് ആൽഗകളെല്ലാം ക്ലോറോഫിൽ പിഗ്മെൻറ്റ് വഹിക്കുന്നവരാണ്. താലോയിഡ് പ്ലാൻ ബോഡിയാണ്. പ്രത്യേകിച്ച് റൂട്ട്, ഷൂട്ട്, ലീഫ് ഡിഫറൻസിയേഷൻ ഇല്ലാത്ത സിമ്പിൾ പ്ലാൻ ബോഡിയാണ്. എല്ലാ ആൽഗകളും ഓട്ടോട്രോഫിക്കും കൂടിയാണ്. ഫുഡ് സ്വയം ഉണ്ടാക്കാൻ കഴിയുന്നവരാണ്. മിക്കവാറും ആളുകളെല്ലാം വാട്ടർ ഹാബിറ്റാറ്റിലാണ്, വെള്ളത്തിലാണ് കാണുന്നത്. അത് ചിലപ്പോൾ ഫ്രഷ് വാട്ടർ ഫോംസ് ആയിരിക്കാം, മറൈൻ ഫോംസും ആയിരിക്കാം. ഇനി ചില ആൽഗകൾ ഫംഗസുമായിട്ട് അസോസിയേഷൻ ഉണ്ടാക്കുന്നു. ലൈക്കൻ എന്നാണ് പറയുന്നത്. ചില ആൽഗകൾ എനിമൽസിൽ കാണുന്നുണ്ട്, സ്ലോത്ത് ബെയറിൽ കാണുന്നുണ്ട്. ഇനി ആൽഗകൾ മറ്റു ചില ഹാബിറ്റാറ്റിലും കാണുന്നുണ്ട്. സ്റ്റോൺ, സോയിൽസ്, വുഡ്, ഇവിടെയൊക്കെ ആൽഗകളുടെ പ്രസൻസ് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഈ ആൽഗകളുടെ സൈസ് വേരി ചെയ്യുന്നുണ്ട്. ചില ആൽഗകൾ കൊളോണിയൽ ഫോംസ് ആണ്. കോളനീസ് മേഡപ്പ് ഓഫ് മെനി സെൽസ്, അങ്ങനെയുള്ളതാണ് കൊളോണിയൽ ഫോംസ്. എക്സാമ്പിൾ വോൾവോക്സ്. ചില ആൽഗകൾ ഫിലമെന്റസ് ഫോംസ് ആയിട്ട് കാണുന്നുണ്ട്. യുളോത്രിക്സ് പോലുള്ള ആളുകളെല്ലാം ഫിലമെന്റസ് ഫോംസ് ആണ്. യുളോത്രിക്സ് മാത്രമല്ല, സ്പൈറോഗേറയും ഇതേപോലെ ഫിലമെന്റസ് ഫോംസിൽ കാണുന്നുണ്ട്. ഇനി ചില ആളുകളുടെ പ്ലാൻ ബോഡി മാസീവ് ടൈപ്പാണ്. കെൽപ്സ് പോലുള്ള ബ്രൗൺ ആൽഗലാണ് ആ രീതിയിൽ കാണുന്നത്. ആൽഗൽ ഫോംസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഗ്രീൻ ആൽഗയ്ക്ക് 2 ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. കൊളോണിയൽ ഫോംസ് ആയിട്ടുള്ള വോൾവോക്സും ഫിലമെന്റസ് ഫോംസ് ആയിട്ടുള്ള യുളോത്രിക്സുമാണ്. നെക്സ്റ്റ് ബ്രൗൺ ആൽഗെ, ലാമിനാരിയ, ഫ്യൂക്കസ്, ഡിക്റ്റിയോട്ട ഇവിടെ കാണിച്ചിരിക്കുന്നു. റെഡ് ആൽഗയ്ക്ക് ചില എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. പോർഫൈറ, പോളി സൈഫോണിയ. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കാണ്, റീപ്രൊഡക്ഷൻ. പ്രധാനമായിട്ടും 3 വിധത്തിലാണ് ആൽഗയിൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. Vegetative reproduction, it occurs by fragmentation. Each fragment develops into a thallus. അതായത് ചില ആൽഗകളിൽ ഫിലമെന്റ് ബ്രേക്ക് ചെയ്ത് കുറേ ഫ്രാഗ്മെന്റുകളായിട്ട് മാറുകയാണ്. ഈ ഫ്രാഗ്മെന്റ് ഡെവലപ്പ് ചെയ്ത് പുതിയ ആൽഗയായിട്ട് മാറുന്നു. രണ്ടാമത്തെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് ഒക്കേഴ്സ് ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് സൂസ്പോഴ്സ്. മോട്ടൈൽ സ്പോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ആൽഗകളുണ്ട്. മിക്കവാറും ഈ മോട്ടൈൽ സ്പോഴ്സ് ഫ്ലജലേറ്റഡ് ആയിരിക്കും. ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള സബ്സ്ട്രേറ്റത്തിൽ, സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജെർമിനേഷൻ നടത്ത് പുതിയ ആൽഗകളായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് ത്രൂ ദ ഫ്യൂഷൻ ഓഫ് 2 ഗാമേറ്റ്സ്. ഗാമേറ്റിക് ഫ്യൂഷനിലൂടെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. 3 വിധത്തിലുള്ള ഗാമേറ്റിക് ഫ്യൂഷനാണ്. ഐസോഗമസ്, അനൈസോഗമസ്, ഓഗമസ്. ഐസോഗമസ് ടൈപ്പ് എന്താണെന്ന് നോക്കാം.
ദീസ് ഗാമേറ്റ്സ് ആർ ഫ്ലജല്ലേറ്റഡ് ആൻഡ് സിമിലർ ഇൻ സൈസ്. അതായത് ഗാമേറ്റുകൾ ഫ്ലജല്ലേറ്റഡ് ആണ്. ഫ്യൂഷനിൽ പങ്കെടുക്കുന്ന ഗാമേറ്റുകൾക്ക് ഒരേ സൈസാണ്. ഇത് പ്രധാനമായിട്ടും യുളോത്രിക്സിലാണ് ഇത്തരത്തിലുള്ള ഫ്യൂഷൻ കാണുന്നത്. ഇനി സ്പൈറോഗൈറ പോലുള്ള ആൽഗകളിൽ ഗാമേറ്റ്സിൻ്റെ സൈസ് സിമിലർ ആണെങ്കിലും ഫ്ലജല്ല ഇല്ലാത്ത ഗാമേറ്റുകളാണ്, നോൺ മോട്ടൈലാണ്. ഇതാണ് യുളോത്രിക്സിലെ ഗാമേറ്റ്സും സ്പൈറോഗൈറയിലെ ഗാമേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ്, അനൈസോഗമസ്. It is the fusion of two gametes dissimilar in size. Example, Eudorina. Eudorina സ്പീഷീസിലെ ഫ്യൂഷനിൽ പങ്കെടുക്കുന്ന ഗാമേറ്റുകൾക്ക് സൈസിൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഡിസിമിലർ സൈസാണ്. നെക്സ്റ്റ്, ഓഗമസ് ടൈപ്പ്. ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ബിറ്റ്വീൻ വൺ ലാർജ് നോൺ മോട്ടൈൽ സ്റ്റാറ്റിക് ഫീമെയിൽ ഗാമേറ്റ്. ഫീമെയിൽ ഗാമേറ്റ് ഇവിടെ നോൺ മോട്ടൈലാണ്. ആൻഡ് എ സ്മോളർ മോട്ടൈൽ മെയിൽ ഗാമേറ്റ്. മെയിൽ ഗാമേറ്റ് ചെറുതാണ്, മോട്ടൈലാണ്. ഇങ്ങനെയുള്ള ഗാമേറ്റിക് ഫ്യൂഷൻ പ്രധാനമായിട്ടും വോൾവോക്സ്, ഫ്യൂക്കസ് പോലുള്ള ആളുകളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ 3 വിധത്തിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷനാണ്: ഐസോഗമസ്, അനൈസോഗമസ്, ഓഗമസ് ടൈപ്പ്. ഇവിടെ അതിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുന്നു. ഐസോഗമസ് ടൈപ്പിലെ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള ഗാമേറ്റ്സ്, അനൈസോഗമസിലെ സ്ട്രക്ചറലി ഡിസിമിലർ ഗാമേറ്റ്സ്, ഓഗമസിലെ ഗാമേറ്റ്സ്. അപ്പോൾ ഇവിടെ പിക്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ആൽഗൽ ക്ലാസിഫിക്കേഷനാണ് പരിചയപ്പെടാനായിട്ടുള്ളത്. പ്രധാനമായിട്ടും ആൽഗകളെ പിഗ്മെൻ്റ്, സ്റ്റോർഡ് ഫുഡ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3 വിഭാഗമായി തിരിച്ചിരിക്കുകയാണ്: ക്ലോറോഫൈസേ, ഗ്രീൻ ആൽഗെ; ഫിയോഫൈസേ, ബ്രൗൺ ആൽഗെ; റോഡോഫൈസേ, റെഡ് ആൽഗെ. ക്ലോറോഫൈസിലെ മേജർ പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എയും ബിയുമാണ്. ഫിയോഫൈസിലെ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗയിലെ മേജർ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ എയും സിയും ഫ്യൂക്കോക്സാന്തിനും അടങ്ങുന്നു. റെഡ് ആൽഗയിലെ മേജർ പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എയും ഡിയും ഫൈക്കോ എറിത്രിനും ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ്, സ്റ്റോർഡ് ഫുഡ്. ഗ്രീൻ ആൽഗയിലെ അല്ലെങ്കിൽ ക്ലോറോഫൈസിലെ സ്റ്റാർച്ചാണ്. ഫിയോഫൈസിലെ സ്റ്റോർഡ് ഫുഡ് മാനിറ്റോൾ, ലാമിനാരിൻ. റോഡോഫൈസിലെ സ്റ്റോർഡ് ഫുഡ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. നെക്സ്റ്റ്, സെൽവാൾ. ക്ലോറോഫൈസിലെ സെല്ലുലോസിക് ആണ് സെൽവാൾ. ഫിയോഫൈസിലെ സെല്ലുലോസും ആൽജിനും അടങ്ങുന്ന ഒരു സെൽവാൾ കോമ്പോസിഷനാണ്. റോഡോഫൈസിലെ സെല്ലുലോസ് മാത്രമാണ്. നെക്സ്റ്റ്, ഫ്ലജല്ലർ നമ്പർ ആൻഡ് പൊസിഷൻ ഓഫ് ഇൻസേർഷൻ. ഫ്ലജല്ലയുടെ നമ്പറും അതുപോലെ തന്നെ ആൽഗയിൽ എവിടെയാണ് ഫ്ലജല്ല കാണുന്നത് അതിൻ്റെ പൊസിഷൻ. ക്ലോറോഫൈസിൽ 2 to 8 ഈക്വൽ അപ്പിക്കൽ ഫ്ലജല്ലയാണ്. തുല്യമായിട്ടുള്ള ഫ്ലജല്ലകളാണ് ക്ലോറോഫൈസിൽ വരുന്നത്. അതിന് നമ്പർ വേരി ചെയ്യുന്നുണ്ട്. അപ്പിക്കലാണ് പൊസിഷൻ, ഏറ്റവും ടിപ്പിലാണ്. ഫിയോഫൈസിൽ ബ്രൗൺ ആൽഗയിൽ 2 ഫ്ലജല്ല മാത്രമേ കാണുന്നുള്ളൂ. അണീക്വലാണ്, ഈക്വൽ അല്ലാത്ത ഫ്ലജല്ലയാണ്, ലാറ്ററൽ പൊസിഷനിൽ. റോഡോഫൈസിൽ ഫ്ലജല്ല ഒന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഹാബിറ്റാറ്റ്. ഗ്രീൻ ആൽഗെ മിക്കവാറും ഫ്രഷ് വാട്ടറിലും സോൾട്ട് വാട്ടറിലും ബ്രാക്കിഷ് വാട്ടറിലും എല്ലാം കാണുന്നുണ്ട്. എങ്കിൽ ബ്രൗൺ ആൽഗെ വളരെ റയറായിട്ട് മാത്രമാണ്, അപൂർവമായിട്ട് മാത്രമാണ് ഫ്രഷ് വാട്ടറിൽ കാണുന്നത്. മിക്കവാറും സോൾട്ട് വാട്ടറിലും ബ്രാക്കിഷ് വാട്ടറിലുമാണ് കാണുന്നത്. റോഡോഫൈസെ ഫ്രഷ് വാട്ടറിൽ വളരെ കുറച്ച് മാത്രമുള്ളൂ, ബാക്കിയുള്ളതെല്ലാം സോൾട്ട് വാട്ടറിലും ബ്രാക്കിഷ് വാട്ടറിലുമാണ്. അപ്പോൾ ഇവിടെ ആൽഗേനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: ക്ലോറോഫൈസെ, ഫിയോഫൈസെ, റോഡോഫൈസെ. ഇതിലെ പിഗ്മെൻറ്റും സ്റ്റോർഡ് ഫുഡും സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിച്ചു വരാറുള്ള ചോദ്യങ്ങളാണ്, കൃത്യമായി പഠിക്കുക. നെക്സ്റ്റ്, എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് വൺ, ഹാഫ് ഓഫ് ദ ടോട്ടൽ കാർബൺ ഡയോക്സൈഡ്
ഫിക്സേഷൻ ഓൺ എർത്ത് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ആൽഗെ ത്രൂ ഫോട്ടോസിന്തസിസ്. മിക്കവാറും ആൽഗകളാണ് ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്നത്, പ്രകാശ സംശ്ലേഷണം നടത്താൻ സഹായിക്കുന്നവർ. നെക്സ്റ്റ്, many species of Porphyra laminaria and sargassum are among the 70 species of marine algae used as food. ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ചില മറൈൻ സ്പീഷീസുകൾക്ക് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പോർഫൈറ, ലാമിനേരിയ, സർഗാസം. തേർഡ് വൺ, certain marine brown and red algae produce large amount of hydrocolloids. അതായത് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ഉൽപ്പാദിപ്പിക്കുന്നു. എക്സാമ്പിൾ ആൽജിൻ. ബ്രൗൺ ആൽഗയിലെ ആൽജിനും റെഡ് ആൽഗയിലെ കരാഗീൻ ഇത് വാണിജ്യപരമായി വളരെ പ്രാധാന്യമുള്ള പദാർത്ഥങ്ങളാണ്. ഫോർത്ത് വൺ, അഗാർ ഒബ്റ്റൈൻഡ് ഫ്രം ജെലിഡിയം ആൻഡ് ഗ്രാസിലേറിയ ആർ യൂസ്ഡ് ടു ഗ്രോ മൈക്രോബ്സ് ആൻഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. ജെലിഡിയം, ഗ്രാസിലേറിയ പോലുള്ള ആൽഗകളിൽ നിന്ന് കിട്ടുന്ന അഗാർ എന്ന പദാർത്ഥം മൈക്രോബ്സിനെ വളർത്താനും അതുപോലെ തന്നെ ഐസ്ക്രീംസും ജെല്ലീസിൻ്റെയും പ്രിപ്പറേഷന് വേണ്ടി, അത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ലാസ്റ്റ് വൺ, ക്ലോറല്ല ആൻഡ് സ്പൈറുലിന ആർ യൂണിസെല്ലാർ ആൽഗെ റിച്ച് ഇൻ പ്രോട്ടീൻസ് ആൻഡ് ആർ യൂസ്ഡ് ആസ് ഫുഡ് ബൈ സ്പേസ് ട്രാവലേഴ്സ്. ക്ലോറല്ല, സ്പൈറുലിന പോലുള്ള സിംഗിൾ സെൽഡ് ആൽഗെ. സ്പൈറുലിന പ്രധാനമായും സൈനോ ബാക്ടീരിയയിൽ വരുന്നതാണ്, ബ്ലൂ ഗ്രീൻ ആൽഗയിൽ വരുന്ന ഒരു വിഭാഗമാണ്. എങ്കിലും ഇത്തരം ആൽഗകൾ പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് ഇത് സ്പേസ് ട്രാവലേഴ്സ്, ബഹിരാകാശ സഞ്ചാരികൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസിൽ വരുന്നത്. ഇവിടെ നിന്നും ചോദ്യങ്ങളും വരാറുണ്ട്. ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദീസ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ damp, humid and shaded localities and depends on water for sexual reproduction. അതായത് വളരെ തണുപ്പുള്ളതും അതുപോലെ തന്നെ ആർദ്രത നിറഞ്ഞ അന്തരീക്ഷത്തിലും ഷെയ്ഡഡ് ലൊക്കാലിറ്റീസിലുമൊക്കെയാണ് ഇത്തരം ബ്രയോഫൈറ്റ്സ് കാണുന്നത്. മാത്രവുമല്ല, സെക്ഷൽ റീപ്രൊഡക്ഷന്, ഗാമേറ്റ്സിൻ്റെ മൂവ്മെൻറ്റിന് വാട്ടർ ആവശ്യമായി വരുന്നു. അതുകൊണ്ട് ഇവയെ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നു. പ്രധാനപ്പെട്ട സാലിയന്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. താലസ് ഈസ് പ്രോസ്ട്രേറ്റ് ഓർ എറക്റ്റ് ആൻഡ് അറ്റാച്ച്ഡ് ടു സബ്സ്ട്രാറ്റം ബൈ യൂണിസെല്ലാർ ഓർ മൾട്ടിസെല്ലാർ റൈസോയിഡ്സ്. അതായത് ഇത്തരം താലസ് മണ്ണിലോട്ട് അല്ലെങ്കിൽ സബ്സ്ട്രാറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് യൂണിസെല്ലാർ ഓർ മൾട്ടിസെല്ലാർ റൈസോയിഡ്സ് മുഖേനയാണ്. റൂട്ട് പോലുള്ള ഒരു പാർട്ടാണ് റൈസോയിഡ്സ് എന്ന് പറയുന്നത്. Second, they lack true roots, stem or leaves. മൂന്നാമത്തെ പോയിന്റ്, the main plant body of the bryophyte is haploid. ബ്രയോഫൈറ്റ്സിൻ്റെ മെയിൻ പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആണ്. അതായത് ഒരു സെറ്റ് ക്രോമസോംസ് മാത്രമാണ് ഓരോ സെല്ലുകളിലും കാണുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് ഗാമേറ്റ്സ്, ഹെൻസ് ഈസ് കോൾഡ് ഗാമിറ്റോഫൈറ്റ്. ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആയിട്ടുള്ള ബ്രയോഫൈറ്റ് ഗാമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ ഗാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കാറുണ്ട്. The male sex organ is multicellular antheridium. They produce biflagellate anthrozoids. മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രിഡിയം എന്നറിയപ്പെടും. അതിൽ നിന്ന് ബൈഫ്ലജലേറ്റഡ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ്, മോട്ടൈൽ ആയിട്ടുള്ള ഗാമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദ ഫീമെയിൽ സെക്സ് ഓർഗൻ കോൾഡ് ആർക്കിഗോണിയം. ഇറ്റ് ഈസ് ഫ്ലാസ്ക് ഷേപ്ഡ് ആൻഡ് പ്രൊഡ്യൂസ് എ സിംഗിൾ എഗ്. ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം എന്നറിയപ്പെടും. അതിൽ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൽ ഗാമേറ്റ് വാട്ടറിലൂടെ മൂവ് ചെയ്യുകയാണ്, ആർക്കിഗോണിയത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആർക്കിഗോണിയത്തിലെ ബേസൽ പാർട്ടിൽ കാണുന്ന എഗ് സെല്ലുമായിട്ട് ഫ്യൂഷൻ നടന്ന് സൈഗോട്ട് ഫോം ചെയ്യുന്നു, ഡിപ്ലോയിഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്നു. സൈഗോട്ട് പ്രൊഡ്യൂസസ് എ മൾട്ടി സെല്ലാർ ബോഡി കോൾഡ് സ്പോറോഫൈറ്റ്. അങ്ങനെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് സ്പോറോഫൈറ്റ് ഓഫ് ബ്രയോഫൈറ്റ്? The sporophyte is not free living but attached to the photosynthetic gametophyte. യഥാർത്ഥത്തിൽ സ്പോറോഫൈറ്റ് ഫ്രീ ലിവിംഗ് അല്ല, ഗാമിറ്റോഫൈറ്റിൽ അത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്.
ഗാമിറ്റോഫൈറ്റിൽ നിന്നാണ് സ്പോറോഫൈറ്റിന് ഗ്രോ ചെയ്യാനുള്ള ന്യൂട്രീഷൻ കിട്ടുന്നത്. സം സെൽസ് ഓഫ് സ്പോറോഫൈറ്റ് അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ ടു പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പോർസ്. സ്പോറോഫൈറ്റിലെ ചില സെല്ലുകളിൽ മിയോസിസ് നടക്കുന്നു. അങ്ങനെ ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദീസ് സ്പോർസ് ജെർമിനേറ്റ് ടു പ്രൊഡ്യൂസ് ഗാമിറ്റോഫൈറ്റ്. അതായത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് ജെർമിനേഷൻ നടന്നിട്ടാണ് ഗാമിറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് വൺ, they play an important role in plant succession on bare rock or soil. They decompose rocks, making the substrate suitable for growth of higher plants. അതായത് പ്ലാന്റ് സക്സഷൻ എന്ന് പറയുന്ന ആ പ്രക്രിയയിൽ അല്ലെങ്കിൽ പ്ലാന്റ് സക്സഷനിൽ ഒരു പ്രധാനപ്പെട്ട റോള് ഈ ബ്രയോഫൈറ്റ്സിനുണ്ട്. കാരണം ലൈക്കൻ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പ്ലാന്റ് കമ്മ്യൂണിറ്റിയാണ് മോസസ് അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പ്ലാന്റ് കമ്മ്യൂണിറ്റീസും മാറി വരുന്ന ഇത്തരം പ്രക്രിയയിൽ ബ്രയോഫൈറ്റ്സ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ പോയിന്റ്, സം മോസസ് പ്രൊവൈഡ് ഫുഡ് ഫോർ ഹെർബേഷ്യസ് മമ്മൽസ്, ബേർഡ്സ് ആൻഡ് അതർ എനിമൽസ്. ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രയോഫൈറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ പോയിന്റ്, സ്വാഗനം എ മോസ് പ്രൊവൈഡ് പീറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ആൻഡ് ബിക്കോസ് ഓഫ് ദിയർ കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടർ ആസ് പാക്കിംഗ് മെറ്റീരിയൽ ഫോർ ട്രാൻസ്ഷിപ്മെന്റ് ഓഫ് ലിവിംഗ് മെറ്റീരിയൽ. രണ്ട് തരം യൂസാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് കത്തിക്കാനായിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, ലിവിങ് മെറ്റീരിയൽസ് പൊതിയാനായിട്ട് പാക്കിംഗ് മെറ്റീരിയലായിട്ട് ഇത് ഉപയോഗിക്കും. നാലാമത്തെ പോയിന്റ്, മോസസ് ഫോം ഡെൻസ് മാറ്റ് ഓൺ സോയിൽ, ഹെൻസ് ഇറ്റ് പ്രിവെൻസ് സോയിൽ എറോഷൻ. അതായത് ഇത് പരവതാനി വിരിച്ചതുപോലെ അല്ലെങ്കിൽ ഡെൻസ് മാറ്റ് ഫോം ചെയ്യുന്നത് കൂടി അവിടെയുള്ള മണ്ണിനെ പിടിച്ചു നിർത്താണ്. അതുകൊണ്ട് തന്നെ സോയിൽ ഇറോഷൻ തടയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ലിവർവേർഡ്സ്. ലിവർവേർഡ്സ് ഗ്രോ ഇൻ മോയിസ്റ്റ് ഷാഡി ഹാബിറ്റാറ്റ്സ് സച്ച് ആസ് ബാങ്ക്സ് ഓഫ് സ്ട്രീംസ്, മാർഷി ഗ്രൗണ്ട്, ഡാംപ് സോയിൽ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ഡീപ്പ് ഇൻ ദ വുഡ്സ്. അതായത് ലിവർവേർഡ്സ് വളരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് മോയിസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അതുപോലെ തന്നെ ഷേഡഡ് ലൊക്കാലിറ്റീസ്, അരുവികളുടെ കരകളിൽ, അതുപോലെ തന്നെ മാർഷി ഗ്രൗണ്ട്, ചതുപ്പ് പ്രദേശങ്ങളിൽ എല്ലാം ഈ ലിവർവേർഡ്സ് കാണാൻ കഴിയും. ചിലത് ട്രീ ബാർക്കുമിലും കാണാവുന്നതാണ്. ദ പ്ലാൻ ബോഡി ഓഫ് ലിവർവേർഡ് ഈസ് താലോയിഡ്. ബ്രയോഫൈറ്റ്സിൻ്റെ പ്ലാൻ ബോഡി പൊതുവെ താലോയിഡ് നേച്ചറാണ്. എക്സാമ്പിൾ മാർക്കാൻഷ്യ. ഇവിടെ മാർക്കാൻഷ്യയുടെ പിക്ചർ കൊടുത്തിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കി മനസ്സിലാക്കുക. ആന്ത്രോഡിയോഫോർ, ആർക്കിഗോണിയോഫോർ തുടങ്ങിയവയിൽ കാണാൻ കഴിയും. Asexual reproduction in liverworts takes place by fragmentation of thalli or by the formation of specialized structures called gemmae. പൊതുവെ ലിവർവേർഡ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ സഹായിക്കുന്നത് ജെമ്മെ പോലുള്ള യൂണിറ്റുകളാണ്. ജെമ്മെ ആർ ഗ്രീൻ മൾട്ടിസെല്ലാർ അസെക്ഷൽ ബഡ്സ്. ഇറ്റ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ പാരന്റ് ബോഡി ആൻഡ് ജെർമിനേറ്റ് ടു ഫോം ന്യൂ ഇൻഡിവിജ്വൽസ്. ജെമ്മെ എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രീൻ കളറാണ്, മൾട്ടി സെല്ലാറാണ്, അസെക്ഷൽ ബഡ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് ഗ്രോ ചെയ്ത് പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നു, താഴെ വീണ് ജെർമിനേഷൻ നടന്ന് പുതിയ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുന്നു, പുതിയ മാർക്കൻഷ്യയായിട്ട് മാറുന്നു. ഇതൊരു പ്രത്യേകമായിട്ടുള്ള റീപ്രൊഡക്ഷനാണ്. ഈ ബ്രയോഫൈറ്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് സൈഗോട്ട് ഫോം ചെയ്യുമല്ലോ. ഈ സൈഗോട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നു. സ്പോറോഫൈറ്റിൻ്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സൂൾ. സ്പോറോഫൈറ്റ് ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു എ ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സൂൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്യാപ്സൂളിൽ അതിലെ സ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടക്കുകയാണ്. അങ്ങനെ ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സ്പോർട്സാണ് പിന്നീട് ജെർമിനേഷൻ നടന്ന് ഫ്രീ ലിവിങ് ഗാമിറ്റോഫൈറ്റ് ആയി മാറുന്നത്. മോസസ്, സ്പോർ ജെർമിനേഷൻ ആൻഡ് പ്രോട്ടോനീമ. ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റ്സ്, spore germinate and forms
a creeping green branched and filamentous stage called protonema. ഇവിടെ കുറച്ചും കൂടിയും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗാമിറ്റോഫൈറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അത് ഗ്രീൻ കളറാണ്, മണ്ണിലൂടെ ഇങ്ങനെ നീങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്രീപ്പിംഗ് ഫോംസ് ആണ്, ബ്രാഞ്ചഡ് ആണ്, ഫിലമെൻ്റസ് സ്ട്രക്ചറാണ്. ഇതിനെയാണ് പ്രോട്ടോനീമ എന്ന് വിളിക്കുന്നത്. ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ലീഫി സ്റ്റേജ്. പ്രോട്ടോനീമ കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് സ്റ്റേജാണ് ലീഫി സ്റ്റേജ് എന്ന് പറയുന്നത്, വിച്ച് ഡെവലപ്സ് ഫ്രം സെക്കൻഡറി പ്രോട്ടോനീമ ആസ് ലാറ്ററൽ ബഡ്. അങ്ങനെ ലീഫി സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായിട്ടും റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് പ്ലാന്റ് ബോഡിയിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേ കൺസിസ്റ്റ് ഓഫ് സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ് ആൻഡ് മൾട്ടി സെല്ലാർ ബ്രാഞ്ച് റൈസോഡ്സ്. അങ്ങനെ ഒരു പ്രത്യേകത ഇതിൽ കാണുന്നുണ്ട്. ദിസ് സ്റ്റേജ് ബെയർസ് സെക്സ് ഓർഗൻസ്. ഇറ്റ് ഈസ് ദ ട്രൂ ഗാമിറ്റോഫൈറ്റ്. അതായത് ലീഫി സ്റ്റേജിലാണ് സെക്സ് ഓർഗൻസ് ഉള്ളത്, ആന്ത്രഡിയവും ആർക്കിഗോണിയും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഗാമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ലീഫി സ്റ്റേജ് ട്രൂ ഗാമിറ്റോഫൈറ്റ് എന്ന് അറിയപ്പെടും. റീപ്രൊഡക്ഷൻ. ഇവിടെ ആദ്യം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ബഡ്ഡിംഗ് ഇൻ ദ സെക്കൻഡറി പ്രോട്ടോനീമ. ഇവിടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമ്മൾ കാണുന്നു, ഫ്രാഗ്മെൻറ്റേഷൻ എന്ന ഒരു പ്രോസസ്സും അതുപോലെ ബഡ്ഡിംഗ് ഇൻ സെക്കൻഡറി പ്രോട്ടോനീമ. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ. In sexual reproduction, the sex organs are Antheridia and Archegonia. After fertilization, zygote develops into sporophyte, consists of foot, seta and capsule. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, അതിൽ നിന്ന് സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നു. ആ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫൂട്ട്, സീറ്റ, ക്യാപ്സൂൾ അടങ്ങുന്നതാണ്. വിച്ച് ഗ്രൂപ്പ് ഓഫ് ബ്രയോഫൈറ്റ് ഷോസ് വെൽ ഡെവലപ്ഡ് സ്പോറോഫൈറ്റ്? ഇവിടെ നമ്മൾ സ്പോറോഫൈറ്റ് പ്രധാനമായിട്ടും ഇലാബറേറ്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് കാണുന്നത് ഹയർ ഗ്രൂപ്പിലാണ്, മോസസിലാണ്. ദ സ്പോറോഫൈറ്റ് ഇൻ മോസസ് ഈസ് മോർ ഇലാബറേറ്റ് ദാൻ ദാറ്റ് ഇൻ ലിവർവേർഡ്സ്. ദ മോസസ് ഹാവ് ആൻ ഇലാബറേറ്റ് മെക്കാനിസം ഫോർ സ്പോർ ഡിസ്പേഴ്സൽ. ഇവിടെ ലിവർ വേർഡ്സിന് വ്യത്യസ്തമായി മോസ് എന്ന് പറയുന്ന ഹയർ ബ്രയോഫൈറ്റിൻ്റെ ഗ്രൂപ്പാണത്. സ്പോർ ഡിസ്പേഴ്സൽ മെക്കാനിസം അഡ്വാൻസ്ഡ് ആണ്. ഇതിൽ വരുന്ന ചില മെമ്പേഴ്സ് ഫ്യൂണേറിയ, പോളിട്രിക്കം ആൻഡ് സ്വാഗനം. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസ് പ്ലസ് അതർ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, നെയിം ദ ഫിലമെൻ്റസ് സ്ട്രക്ചർ ദാറ്റ് appears in the mosses due to the germination of spores. ഇവിടെ ആൻസർ വരുന്നത് പ്രോട്ടോനീമയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലാമിനാരിൻ ഈസ് എ സ്റ്റോർഡ് ഫുഡ് ഇൻ ഫിയോഫൈസേ. വാട്ട് ഈസ് ദ സ്റ്റോർഡ് ഫുഡ് ഇൻ റോഡോഫൈസേ? റോഡോഫൈസയിലെ സ്റ്റോർഡ് ഫുഡ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിവർ വേർഡ്സ് റീപ്രൊഡ്യൂസ് എസെക്ഷലി ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ബൈ എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ. നെയിം ദ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഫോർ എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇവിടെ എസെക്ഷൽ റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന ബഡ്സ് എന്ന് പറയുന്നത് ജെമ്മെ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ആൽഗെ ആർ ഗിവൺ ബിലോ. സ്റ്റഡി ദം കെയർഫുള്ളി ആൻഡ് സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ഈ ഫോൾസ് മേക്ക് ദം കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റുകൾ ഓരോന്ന് താഴെ കൊടുത്തിരിക്കുന്നു. എ, ആൽഗെ ആർ താലോഫൈറ്റ്സ്. അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി വോൾവോക്സ് ഈസ് എ റെഡ് ആൽഗെ. വോൾവോക്സ് റെഡ് ആൽഗെ അല്ല, അത് ഗ്രീൻ ആൽഗെയാണ്. ഫോൾസ് ആണത്. ആൽജിൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം റെഡ് ആൽഗെ. റെഡ് ആൽഗെന്ന് ആൽജിൻ കിട്ടുന്നില്ല, ആൽജിൻ ബ്രൗൺ ആൽഗെന്നാണ്, അതുകൊണ്ടത് ഫോൾസ് ആണ്. ഫ്ലോറിഡിൻ സ്റ്റാർച്ച് ഈസ് ഫൗണ്ട് ഇൻ ഗ്രീൻ ആൽഗെ. ഫ്ലോറിഡിൻ സ്റ്റാർച്ച് റെഡ് ആൽഗയിലാണ്, അതുകൊണ്ടത് ഫോൾസ് ആണ്. ഗ്രീൻ ആൽഗെ ആർ നോൺ ആസ് റോഡോഫൈസേ. ഗ്രീൻ ആൽഗെ ക്ലോറോഫൈസേ എന്നാണ് പറയുന്നത്, അത് ഫോൾസ് ആണ്. ഗ്രീൻ ആൽഗെ പൊസസ് ക്ലോറോഫിൽ, അത് ട്രൂ ആണ്. നെക്സ്റ്റ്, ആൽഗെ ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ വെറൈറ്റി ഓഫ് വൈസ്. സജസ്റ്റ് എനി 4 economic value of algae. First, half of the total carbon dioxide fixation on earth is carried out by algae through photosynthesis. Second, many species of Porphyra, Laminaria,
and sargassum are among 70 species of marine algae used as ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, certain marine brown and red algae produce large amount of hydrocolloids. വാട്ടർ ഹോൾഡിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ആൽജിൻ ആൻഡ് കരാഗിൻ ആർ യൂസ്ഡ് കമേഴ്ഷ്യലി. ഫോർത്ത് വൺ, agar obtained from Gelidium and Gracilaria are used to grow microbes and in the preparation of ice creams and jellies. മൈക്രോബ്സിനെ ഗ്രോ ചെയ്യാനും ഐസ്ക്രീം ജെല്ലീസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി അഗാർ ഉപയോഗിക്കുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ ഓഫ് ആൽഗൽ ഡിവിഷൻസ് ആൻഡ് ദെയർ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ബൈ ഫില്ലിംഗ് എ, ബി, സി ആൻഡ് ഡി. ഇവിടെ ഓരോന്നും ഫിൽ ചെയ്യുക എന്നുള്ളതാണ്. ക്ലോറോഫൈസ് എ, ക്ലോറോഫിൽ എയും ബിയുമാണ്. അവിടെ റിസർവ് ഫുഡ് സ്റ്റാർച്ച്. തൊട്ട് താഴെ ഫിയോഫൈസ് എ, ക്ലോറോഫിൽ എയും സിയും കൊടുത്തിരിക്കുന്നു. മറ്റൊരു പിഗ്മെൻറ്റ് ഫ്യൂക്കോക്സാന്തിനാണ് ബ്രൗൺ ആൽഗയിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ ആൽഗയുടെ ക്ലാസ് ആണ് ചോദിക്കുന്നത്. റോഡോഫൈസി എന്നുള്ളതാണ്. ഇനി അതിലെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ഡി, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് സ്റ്റോർഡ് ഫുഡ് ഓഫ് ആൽഗൽ ക്ലാസസ് ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. ഫിയോഫൈസെ, ആൻസർ മാൻറ്റോൾ ആൻഡ് ലാമിനാരിൻ. റോഡോഫൈസെ, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഇതിലൊരു ചോദ്യം കൂടിയും ബാക്കി. Liverworts reproduce asexually by fragmentation and by a specialized structure. Name the specialized structure for asexual reproduction. അതിനെ വിളിക്കുന്ന പേര് ജെമ്മെ എന്നാണ്. Some characteristic features of the plant is given below. The main plant body possesses rhizoids. The nucleus of main plant body have haploid chromosome number. Zygote develops into a new plant which is dependent on main plant body. The sporophyte has foot, seta and capsule. Identify the plant. ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു മോസ് പ്ലാന്റ് എന്നുള്ളതാണ്. നെയിം ദ സെൽസ് വെയർ റിഡക്ഷൻ ഡിവിഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ പ്ലാന്റ്. ആൻസർ സ്പോർ മദർ സെൽസ്. ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള സ്പോർ മദർ സെല്ലാണ് മിയോസിസ് നടക്കുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ. ആൽഗേനെ 3 വിഭാഗമായി തിരിക്കുകയാണ്. പ്രധാനമായും പിഗ്മെൻറ്റും റിസർവ് ഫുഡിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഗ്രീൻ ആൽഗെ, ക്ലോറോഫൈസെ. റെഡ് ആൽഗെ, റോഡോഫൈസെ. ബ്രൗൺ ആൽഗെ, ഫിയോഫൈസെ. പത്താമത്തെ ക്വസ്റ്റ്യൻ, മോസ്റ്റ് ടെറിഡോഫൈറ്റ്സ് ആർ ഹോമോസ്പോറസ് ബട്ട് ദർ ആർ എക്സെപ്ഷൻസ്. ഐഡൻറ്റിഫൈ 2 ഹെട്രോസ്പോറസ് ജനറ. ഇവിടെ മിക്കവാറും എല്ലാ ടെറിഡോഫൈറ്റ്സും ഹോമോസ്പോറസ് ആണ്, ഒരേ ടൈപ്പ് സ്പോർസ് ആണ് കാണുന്നത്. എന്നാൽ സെലാജിനെല്ല, സാൽവിനിയ, മാർസില തുടങ്ങിയവ ഹെട്രോസ്പോറസ് ആണ്. ബി ക്വസ്റ്റ്യൻ, heterospore is precursor to seed habit. Point out any one common character found in heterospore and seed habit. ഇവിടെ 2 ടൈപ്പ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹെട്രോസ്പോറിയുടെ മീനിങ്. പ്രൊഡക്ഷൻ ഓഫ് 2 കൈൻഡ്സ് ഓഫ് സ്പോർസ്, മാക്രോ ആൻഡ് മൈക്രോ സ്പോർസ്. മെഗാസ്പോർസ് ജെർമിനേറ്റ് ആൻഡ് ഗീവ് റൈസ് ടു ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. മൈക്രോസ്പോർ germinate and give rise to male gametophyte. So the development of zygote into embryo takes place in female gametophyte. ഇത്രയുമാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ലൈഫ് സൈക്കിൾ പാറ്റേൺ. ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈഫ് സൈക്കിൾ പാറ്റേൺ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. ഹാപ്ലോഡ് ഫേസും ഡിപ്ലോഡ് ഫേസും മോറോർലെസ് ഈക്വലായാണ് ലൈഫ് സൈക്കിൾ വരുന്നത്. അല്ലെങ്കിൽ ഗാമിറ്റോഫൈറ്റിക് ജനറേഷനും സ്പോറോഫൈറ്റിക് ജനറേഷനും മോറോർലെസ് ഈക്വലാണ്. ബി, സൈറ്റ് 2 എക്സാമ്പിൾസ് ഓഫ് ഓർഗാനിസംസ് ഷോവിങ് ദ എബവ് ലൈഫ് സൈക്കിൾ പാറ്റേൺ. പ്രധാനമായിട്ടും ഇത്തരം ലൈഫ് സൈക്കിൾ കാണിക്കുന്നത് ബ്രയോഫൈറ്റ്സും ടെറിഡോഫൈറ്റ്സുമാണ്. എൻ്റെ ഈ വീഡിയോ ക്ലാസ് ഇത്ര നേരം കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും കുറേ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.